ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നാളെയാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി സുരക്ഷ വഹിക്കുന്നത് 4000-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് IPS ചേരുകയാണ്. ലോ ആൻഡ് ഓർഡർ ഇതിനോടകം തന്നെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ? എത്ര ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്? പോലീസ്മെൻ ഡിപ്ലോയിങ് എങ്ങനെയാണ് സാർ? 300 അടുത്ത് CCTV ക്യാമറാസ് ടെമ്പിൾ അമ്പലത്തിനകത്തും പുറത്തും ചുറ്റുവട്ടത്തിലും പിന്നെ ഔട്ടർ ഏരിയയിലും നമ്മൾ വച്ചിട്ടുണ്ട്. 24 മണിക്കൂറും നമ്മളിവിടെ കൺട്രോൾ റൂമിലിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തിക്ക് തിരക്കും എവിടെയാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്, എവിടെ നമുക്ക് ഹോൾഡ് ചെയ്യണം, എവിടെ റിലീസ് ചെയ്യണം, അതെല്ലാം ഇപ്പോൾ നട അടച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നട തുറന്നാൽ പിന്നെ പെട്ടെന്ന് റിലീസാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ കാര്യവും നട തുറക്കുന്നതും അടയ്ക്കുന്നതും അനുസരിച്ച് നമ്മൾ ക്രൗഡ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4000 അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രാഫിക് ഡൈവേഷൻ എല്ലാം ഇന്ന് 1 മണി മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് നഗരത്തിൽ. അപ്പോൾ പല ഭാഗങ്ങളിലെ ഡൈവേർഷൻസ് ഉണ്ട്. പാർക്കിംഗ് ഏരിയാസ് ഒരു 30 സ്ഥലത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അവിടെ കയറി അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് KSRTC ബസ് പിടിച്ചിട്ട് മണക്കാട് വഴിയായിട്ടും പാടശ്ശേരി വഴിയായിട്ടും ഇങ്ങോട്ട് വരാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ദർശനം കഴിഞ്ഞിട്ട് പോകുന്നവർക്ക് KSRTC ബസ് ഫുൾ ടൈം അവൈലബിൾ ആണ്. ഫ്രീക്വൻസി എല്ലാം കൂട്ടിയിട്ടുണ്ട്. അവർക്ക് സുഖമായിട്ട് ദർശനം നടത്തിയിട്ട് ബസ്സിൽ കയറി പോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് കൂടുതൽ തിരക്കിന് അനുഭവപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ ഗ്രഹണം ഉള്ളത് കൊണ്ട് 3 മണിക്കൂർ ഗ്രഹണം ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അമ്പലം അടച്ചിരിക്കും. ചന്ദ്രഗ്രഹണത്തെ തുടർന്ന് ഈ സമയങ്ങളിൽ ദർശന നിയന്ത്രണം ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഭക്തരുടെ ക്രമാനുഗതമായിട്ടുള്ള തിരക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലെന്ന പോലെ വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തുകൂടി കൂടുതൽ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതെ നമ്മളിപ്പോൾ ഭക്തജനങ്ങൾ കൂടുതൽ വളരുന്നതനുസരിച്ച് നമ്മൾ പല ഭാഗങ്ങളിൽ നമ്മൾ അത്യാവശ്യം കയ്യിൽ ഫോഴ്സും ഉണ്ട്. നമ്മൾ ബാരിക്കേഡിങ് സിസ്റ്റമെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബ്ലോക്ക് ചെയ്ത് നല്ല ചൂടാണത് കൊണ്ട് ഇവർക്ക് കുടിവെള്ളവും ബിസ്ക്കറ്റും നമ്മൾ എല്ലാം നൽകുന്നുണ്ട്. ഇപ്പോൾ പോലീസ് തന്നെ കുറേ ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അവർ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കാത്തിരിക്കുമ്പോൾ ആ ഒരു ചൂട് സമയമല്ലേ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഭക്തജനങ്ങൾ. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയ റിഫ്രഷ്മെൻറ്റ് നമ്മൾ ടെമ്പിൾകാരൻ നൽകുന്നുണ്ട്, പോലീസും നൽകുന്നുണ്ട്. കാര്യങ്ങൾ ഇതുവരെ എല്ലാം കൺട്രോൾഡാണ്, നന്നായിട്ട് പോകുന്നുണ്ട്. ഇനിയും നാളെ വരെ കാര്യങ്ങളെല്ലാം നാളെ വൈകിട്ട് 8 മണിവരെയെങ്കിലും ഗതാഗത നിയന്ത്രണം തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം സാർ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു എമർജൻസി കോറിഡോർ എന്നുള്ള നിലയ്ക്ക് പോലീസ് ചില സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതുകൂടി പ്രേക്ഷകർക്ക്. അതെ, നമുക്കിവിടെ 3 റൂട്ട് എമർജൻസി എവാക്വേഷൻ റൂട്ടായിട്ട് നമ്മൾ വച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളത് ഉപയോഗിക്കാനായിട്ട് ആംബുലൻസും ഫയർഫോഴ്സും വരാനും പോവാനും ഉള്ള പോലീസും ഈ 3 സംവിധാനങ്ങളും വന്നിട്ട് പോകാനുള്ള 3 റൂട്ട് നമ്മൾ തയ്യാറെടുപ്പിൽ വച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഈ ഭക്തരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് സാർ? പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് കുറച്ച് നീണ്ട നേരം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അത് ടെമ്പിൾ അടയ്ക്കുന്നതും തുറക്കുന്നതും അനുസരിച്ചുള്ള കാര്യമാണ്. അതർവൈസ് ഏർപ്പാടുകളെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഭക്തജനങ്ങൾ നേരിട്ടിട്ടില്ല ഇതുവരെ. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.